എൻ്റെ കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് യൂഫോർബിയ പ്ലാന്റ് ആണ്. ഇതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളാണ്. നല്ല റെഡ് കളറിൽ ഇത്രയും നമ്മൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ എത്ര മനോഹരമാണല്ലേ. ഞാനൊരു ഗാർഡൻ വിസിറ്റ് ചെയ്തപ്പം ഇതിൽ നിന്ന് ഞാൻ 2 പ്ലാന്റ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. 2 പ്ലാന്റാണ് ഞാൻ ഇതിൽ നിന്ന് കളക്ട് ചെയ്തത്. വളരെ മനോഹരമായൊരു ഗാർഡനാണ് ഇത്. ഈ പ്ലാന്റ്സ് എല്ലാം കണ്ടില്ലേ, എത്ര മനോഹരമായിരിക്കുന്നു. ഭയങ്കര ഭംഗിയോടെ ഇവിടെ അവിടെ അറേഞ്ച് ചെയ്ത് കുളമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന എത്ര മനോഹരമായ പ്ലാന്റ്സാണ്. ഇത് കണ്ടില്ലേ, ഈ പ്ലാന്റ് ഇതെൻ്റെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. ഇതെൻ്റെ ഉണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഇതുമുണ്ട്. പക്ഷേ ഈ യൂഫോബിയ ഈ രണ്ട് പ്ലാന്റ് ചെറിയ പൂക്കൾ, അത് മുള്ളില്ലാത്ത പ്ലാന്റുകളാണ് ഇതിലുള്ളത്. ഈ മുള്ളില്ലാത്ത ഈ ലീഫിനുള്ളൊന്നും ഒരു മുള്ളു പോലും കാണാനില്ല. എത്ര മനോഹരമായിരിക്കുന്നല്ലേ, എത്ര ഭംഗിയോടുകൂടി ഇവർ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നു. എനിക്കിത് കണ്ടിട്ട് ഈ ഗാർഡനിൽ നിന്ന് പോകാൻ പോലും തോന്നുന്നില്ല. അതൊരു തരം മുല്ലയാണ്. ഈ മുല്ലയിൽ ഇപ്പോൾ മഴയായതുകൊണ്ട് പൂക്കളില്ല, പക്ഷെ നല്ല ഭംഗിയായിരിക്കുന്നു. എത്ര മനോഹരമായിരിക്കുന്നു ഇവർ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നതാണ്. നല്ല രസമുണ്ട്. ചെടികൾ നമ്മൾ എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ലല്ലേ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ, അത് ഞാൻ 2 കളക്ട് ചെയ്തു. പിന്നെ ഇത് പേര, വിവിധ ഇനം ചെടികളുടെ ഒരു കളക്ഷൻ തന്നെ ഈ ഗാർഡനിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഞാൻ മിക്കവാറും ഈ പ്ലാന്റ്സിനെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപാട് നഴ്സറികൾ എനിക്കിഷ്ടമാണ് കാണാനും വിസിറ്റ് ചെയ്യാനും അവിടെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. എത്ര മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ പ്ലാന്റും എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ സെയിം പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. ലീഫിൻ്റെ അടിയിലെല്ലാം ഒരുമാതിരി മെറൂൺ ഷെയ്ഡുള്ള നല്ല പ്ലാന്റ്. യൂഫോബിയ പ്ലാന്റുകൾ എത്ര ഭംഗിയല്ലേ പൂത്തിരിക്കുന്ന കാണാൻ. ഈ മഴയായിട്ട് പോലും ഇതിലൊക്കെ നല്ല പ്ലാന്റ് പൂക്കളാണ് കാണുന്നത്. ഇത് മഴയത്താണ് അവർ വെച്ചിരിക്കുന്നത്, പക്ഷേ ഇഷ്ടം പോലെ നല്ല പൂക്കൾ നിറഞ്ഞിരിക്കുന്നു. ഇത് കാണുമ്പോൾ ഇത് തെച്ചി പ്ലാന്റ്, നല്ലൊരു ഗാർഡൻ. ഇത് വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റും. യൂഫോബിയ ആദ്യം മനോഹരമായിരിക്കുന്നു. മഴയത്താണ് ഇത് വെച്ചിരിക്കുന്നെങ്കിൽ എത്ര മനോഹരമായിട്ട് ഇത് പൂത്തിരിക്കുന്നു. ഇതെല്ലാം വെറൈറ്റി പ്ലാന്റ്സ്. ഓരോ ഗാർഡൻ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ വെറൈറ്റി പ്ലാന്റ്സൊക്കെ കാണാനായിട്ട് സാധിക്കും. മനോഹരമായ പൂക്കളും പ്ലാന്റ്സും. ഇത് നമുക്ക് എത്ര ടെൻഷനൊക്കെ നമ്മുടെ കുറയ്ക്കാനും ഒക്കെ മനോഹരം. ഈ പ്ലാന്റും എൻ്റെ കയ്യിലുണ്ട്, വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതിപ്പോൾ വാങ്ങുന്നില്ല. പിന്നെ പലതരം ഇത് വെറൈറ്റി പ്ലാന്റ് ഇങ്ങനെ സെയിലിന് വേണ്ടി അവർ വെച്ചിരിക്കുക. ഇതെല്ലാം വളരെ ഭംഗിയുള്ള പ്ലാന്റുകളാണ്. ഇതൊക്കെ കളക്ട് ചെയ്യാൻ നമുക്ക് താല്പര്യം തോന്നും, പക്ഷേ എല്ലാം കൂടെ നമ്മൾ മാനേജ് ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര പ്രയാസമായിരിക്കും. മാനേജിങ് വളരെ പാടായിരിക്കും. കുറേ പ്ലാന്റുകളൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ കളക്ട് ചെയ്ത് നമുക്ക് സൂക്ഷിക്കാം. ഇതെല്ലാം ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഇതാണ് ഈ മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസ്. ഇതെൻ്റെ കയ്യിലുണ്ട്. ഗോൾഡൻ മണി പ്ലാന്റ് ഇതും എൻ്റെ കയ്യിലുണ്ട്, വെരിഗേറ്റഡ് ആയിട്ടുള്ള. പിന്നെ ഇത് പീസ് ലില്ലി എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ കളക്ട് ചെയ്യുന്നില്ല. ചൈനാഡോൾ ഇതെൻ്റെ കയ്യിലുണ്ട്. ചൈനാഡോൾ എൻ്റെ കയ്യിലുണ്ട്. ഇതിൻ്റെ ലീഫ് നല്ല പ്ലാസ്റ്റിക് പോലിരിക്കും. ചൈനാഡോളിൻ്റെ ഒക്കെ ഭയങ്കര മനോഹരമായിരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിച്ചത് ഈ പ്ലാന്റിനെ കുറിച്ചിട്ടാണ്. യൂഫോബിയ പ്ലാന്റ്, റെഡ് ഫ്ലവേഴ്സ്, ചെറിയ ഫ്ലവേഴ്സ്, പക്ഷേ മുള്ളുകളില്ല. നമുക്ക് ധൈര്യമായിട്ട് ഇതിൽ തൊടാനും പിടിക്കാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസവും ആശംസിക്കട്ടെ. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.